ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ബേക്കറി സ്റ്റൈൽ കേരള മിച്ചറാണ്. ചായയുടെ കൂടെ കുറിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ മിച്ചർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടിയും എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പാകത്തിന് കുഴച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം എടുത്തതിൽ നിന്നും ഇത്രയും മിച്ചം വന്നിട്ടുണ്ട്. മാവ് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒരു സേവാനാഴിയിലേക്ക് അല്പം ഓയിൽ തടവി കൊടുക്കുക. ഇനി കുഴച്ചു വെച്ചിരുന്ന മാവിൽ നിന്നും അല്പം മാവ് സേവാനാഴിയിലിട്ട് നേരിയ ചൂടായ എണ്ണയിലേക്ക് അമർത്തിയിടാം. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡൻ നിറമാവുമ്പോൾ കോരിയെടുക്കാം. ബൂന്തി ഉണ്ടാക്കാനായി കുഴച്ചു വെച്ചിരുന്ന മാവിൽ നിന്നും അല്പം മാവെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കുക. ഒരു കണ്ണാപ്പി എടുത്ത് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് നല്ല ചുറ്റിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ബൂന്തി നല്ല ക്രിസ്പി ആയി വരുമ്പോഴേക്കും കോരിയെടുക്കുക. ഇനി ഇതേ എണ്ണയിലേക്ക് 1 കപ്പ് കടലയിട്ട് വറുത്തെടുക്കണം. ഇനി 1/2 കപ്പ് പൊട്ടുകടലയിട്ട് വറുത്തെടുക്കാം.
കറിവേപ്പില കൂടെ ഇട്ട് വറുത്ത് കോരാം. കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് വറുത്ത് കോരിയെടുക്കാം. എല്ലാം വറുത്ത് കോരിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഇട്ടെല്ലാം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന നിലക്കടല, ബൂന്തി, പൊട്ടുകടല, കറിവേപ്പില എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി മുളക് പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ വിതറി നന്നായി ഇളക്കുക. മിക്സർ നന്നായി ആറിയതിന് ശേഷം മാത്രം എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ കുപ്പിക്കുള്ളിൽ ഈർപ്പം നിലനിൽക്കും. മിക്സറിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. അതുപോലെ പെട്ടെന്ന് തന്നെ കേടാകുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാളെ നമ്മുടെ ചാനലിൽ ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് വീഡിയോ വരുന്നുണ്ട്. അതുകൂടി എല്ലാവരും കാണണം. അപ്പം നാളത്തെ സ്പെഷ്യൽ റെസിപ്പിയുമായി വീണ്ടും കാണാം.